അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോണത് ചൊക്കന്നമാണ്. ചൊക്കന്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളികുളങ്ങര കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വെള്ളികുളങ്ങര. ഞാൻ എന്തായാലും വീഡിയോൻ്റെ താഴെ ലൊക്കേഷൻ എടുക്കാം. അപ്പോൾ അവിടെ മെയിനായിട്ടുള്ളത് കൊറോണയ്ക്ക് കണ്ടത്. അപ്പോൾ അവിടെ മെയിനായിട്ടുള്ളത് ഒരു തൂക്കുപാലവും അതിനനുസരിച്ചുള്ള ചെറിയൊരു സ്ഥലമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി അത്ര മനോഹരമാണ് എന്നൊരു അത്രയ്ക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച് പോകരുത്. നമ്മൾ ജസ്റ്റ് ഒരു ഡ്രൈവിനൊക്കെ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു ജസ്റ്റ് ഒന്ന് പോയി കാണാൻ പോരാ, ആ ഒരു സെറ്റപ്പൊക്കെ ആണ്. നമുക്ക് ഒരു വൈകിട്ടാകുമ്പോൾ പോകാം. ഞങ്ങളുടെ ഉച്ചയ്ക്കാണ് ഇറങ്ങിയത്. ചാലക്കുടിയിൽ നിന്ന് ചാലക്കുടി അതിരപ്പള്ളിയിലോട്ട് തിരിഞ്ഞ റൈറ്റിൽ നിന്ന് രണ്ടാമത്തെ റൈറ്റ് വെള്ളികുളങ്ങര റൂട്ട്. അപ്പോൾ അവിടെ നിന്നൊരു 17 കിലോമീറ്റർ എങ്ങാണ്ടുള്ളൂ ഇവിടേക്ക്. അപ്പോൾ നിങ്ങൾ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെല്ലാം. ഞാൻ അടിയിൽ ലൊക്കേഷൻ ഇട്ടേക്കാം. നമ്മളിപ്പോൾ പകുതിക്ക് ചേർത്തേക്കാണ്, ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കേട്ടോ. ഗൂഗിൾ മാപ്പ് കാണിക്കുന്നതനുസരിച്ച് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു. ഇതിപ്പോൾ കിടന്ന ഓഫ് റോഡാണ്. ഈ വണ്ടിയുടെ കാരണം അടിയാണെങ്കിൽ താഴെ അടിക്കുന്നതാണ്. തൂക്കുപാലം നമ്മുടെ ചൊക്കന്നം നമ്മൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ചൊക്കന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച് വന്നത്. ലാസ്റ്റ് ചൊക്കന്നം അടപടലം 3G ആയി. ചൊക്കന്നത്തേക്ക് ഇപ്പോൾ കടത്തി വിടല്ല. കാരണം മറ്റേ വെള്ളപ്പൊക്കം വന്നേ പിന്നെ 2018 വെള്ളപ്പൊക്കം വന്നേ പിന്നെ അവിടെ പ്രശ്നമാണ് എന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കറക്റ്റ് സ്ഥലത്തിൻ്റെ പേരുള്ള അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞപ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ
തൂക്കുപാലത്തിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു പറഞ്ഞിട്ട്. അപ്പം തന്നെ ഞങ്ങൾ ചെറിയൊരു ഡൗട്ട് അടിച്ചു. പിന്നെ അവിടെ നിന്ന് ഒരു ചേച്ചിയോട് ചോദിച്ചപ്പോഴാണ് അവിടെ ഇപ്പോൾ കയറ്റി വിടൂല അങ്ങനെ പറഞ്ഞത്. നമ്മളാകെ തീരുമാനമായി. അന്വേഷിച്ച് പറഞ്ഞത് ഇതാണ് പ്രശ്നം പറഞ്ഞത്. 2018 വെള്ളത്തോടുകൂടി ആകെ വിട്ടു. പിന്നെ എന്തായാലും വന്നത് പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. കാരണം അടിപൊളി ഡ്രൈവ് ആയിരുന്നില്ലേ ഇല്ലടാ എൻ്റെ പൊന്നെ. ഞങ്ങൾ അവിടെ നിന്ന് വന്നത് ഒരു ഓഫ് റോഡ് കിട്ടി. അത് ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. ഈ യോൺ വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയൊക്കെ എടുത്തോണ്ട് പോന്നു. 2 പ്രാവശ്യം വണ്ടി ഓഫായി. അതിന് ആവൂലോ. പ്ലാൻ മാറ്റി. ഇനിയിപ്പോൾ നമ്മൾ അതിരപ്പള്ളി റോഡിൽ പോയിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാം. അപ്പോൾ എന്തായാലും വന്നത് ഒരു കാര്യമില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ റൈഡും കാര്യങ്ങളൊക്കെ കിട്ടി, പുതിയ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. പക്ഷെ തൂക്കുപാലത്തിൽ കയറാൻ പറ്റിയില്ല. അതാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട്. എവിടെ പരിപാടി അവതരിച്ച സത്യം ഉണ്ടോ അല്ലെങ്കിൽ അതുണ്ടോ ഫ്ലഡ് ലെവല് കഴിഞ്ഞല്ലത്തെ. ഇത് 2009 കേട്ടോ. 9 അല്ല 2009 ഏറ്റവും കൂടുതൽ 2018 ഉണ്ടോ ഫ്ലഡ് ലെവല്? 2018 ഏറ്റവും കൂടുതലൊക്കെ 2018. ഞങ്ങള് ഇത് 2009 ഞങ്ങളൊരു ഇതാന്ന് വിചാരിച്ച അതിന്റെ മുകളിലുണ്ട്. ഇതാണ് 2018 ഫ്ലഡ് ലെവല്. ഇത് 2009. അപ്പൊ ഇത്രയധികം നമ്മുടെ വെള്ളം കയറി. ഈ സ്ഥലമൊക്കെ ഇപ്പുറത്തൊരു ചെറിയൊരു അരുവിയുണ്ട്. ആ സൈഡിലായിട്ട് ചെറിയൊരു അരുവിയുണ്ട്. അപ്പൊ അതിൽ നിന്നായിരിക്കും കയറിയത്. പിന്നെ അതിരപ്പള്ളി ഇതാണല്ലോ. അപ്പൊ നമുക്ക് നേരെ ഇവിടേക്ക് പോകാം. അതിരപ്പള്ളി റൂട്ട് പിടിക്കും. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ ഏതോ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മറ്റേ നിർത്താൻ പാടില്ലെന്നുള്ള ബോർഡോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾ പോണ വഴിയാണ്. അവിടെ ഞങ്ങൾ നിർത്തിയില്ല. അനിമൽ പാസിങ് ഏരിയയിലൊന്നും ഞങ്ങൾ നിർത്തിയിട്ടില്ല. ഞങ്ങൾ ഈ വഴി കയറിയപ്പോൾ താഴെ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നിട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊന്ന് ജസ്റ്റ് നിർത്തിയത്. ജസ്റ്റ് ഒന്ന് നല്ല സ്ഥലമാണ് കാണാനായിട്ട്. മൊത്തം കാട്, നടുക്കൊരു വഴി വേണ്ട. അപ്പോൾ ഗായ്സ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉള്ളു അതിരപ്പള്ളിയിലോട്ട്. അപ്പോൾ ഇനി അതിരപ്പള്ളി വഴി കറങ്ങി ഇങ്ങോട്ട് വരാം, തിരിച്ച് വീട്ടിലോട്ട് പോകും. അപ്പോൾ അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഓക്കെ ഗായ്സ്, നമുക്ക് പോകാം. ഹലോ ഗായ്സ്, നമ്മൾ മൊത്തത്തിൽ തീരുമാനമായിരിക്കുകയാണ്. അതിരപ്പള്ളിയിൽ കയറ്റി വിടില്ല. അതിരപ്പള്ളി നെക്സ്റ്റ് മന്താണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഞങ്ങൾ ഒരു പേപ്പർ കട്ടിങ് കണ്ടായിരുന്നു, ഒരു പേപ്പറിൽ ന്യൂസ് കണ്ടായിരുന്നു അതിരപ്പള്ളി തുറന്നു എന്ന്. അതാണ് ഞങ്ങൾ അതിരപ്പള്ളിയിലേക്ക് പോകാൻ വിചാരിച്ചത്. അതിരപ്പള്ളി തീരുമാനം. അവിടെ ചൊക്കനും അടച്ച് കയറ്റി വിടില്ല എന്ന് പറഞ്ഞു. ഇവിടെ തീരുമാനമായി. തൂക്കുപാലം കാണാൻ പറ്റിയില്ല, അതിരപ്പള്ളിയിലും കയറാൻ പറ്റില്ല. എന്നാലും നമുക്ക് നൈസൊരു ഡ്രൈവ് കിട്ടി. അതാണ് നമുക്ക് വേണ്ടിയിരുന്നത്. അത് കിട്ടി. കൊറോണ കാലത്ത് ഇങ്ങനെ അധികം നടക്കരുതെന്നാണ് എല്ലാവരും പറയണത്. ബട്ട് നമുക്ക് നമ്മുടെ സുരക്ഷയ്ക്ക് നമുക്ക് സഞ്ചരിക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. സോ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയേക്കാണ്. മന്തി പറഞ്ഞിട്ടുണ്ട്, കഴിച്ചൊക്കെ ടേസ്റ്റ് കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. സൈഡ് ഡിഷായിട്ട് മയോണൈസ്, സലാഡ് ഇച്ചിരി ഉണ്ടായിട്ട് തീർത്തണം. ഒരു രക്ഷയില്ല കേട്ടോ, അത് പൊട്ടിപ്പോകും. സോ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പം തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ വിചാരിച്ചവരെ എല്ലായിടത്തും പോകാനൊന്നും പറ്റിയൊന്നുമില്ല. പ്രതീക്ഷ വരെ നടന്നില്ലൊന്നും. പക്ഷെ എന്നാലും നല്ലൊരു ഡ്രൈവ് കിട്ടി. നമ്മളിപ്പോൾ കൊറോണ സമയത്ത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊന്ന് ഇറങ്ങിയതാണ്. കറക്റ്റായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനും പറ്റി, കുറച്ച് കാര്യങ്ങൾ അറിയാനും പറ്റി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഈ അടുത്ത് തന്നെ വരും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.